നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വഴി കാണുന്നവരോട് എന്തിനാ വഴക്ക് കൂടുന്നേ? അച്ഛനെ കൊണ്ട് ആരുടെ അടുത്തും വഴക്ക് കൂടാൻ പറ്റില്ല. ഇങ്ങനൊരു പേടിത്തൊണ്ടൻ. അത് പോട്ടെന്നേ, നമുക്ക് പറപ്പിക്കാം. അയ്യോ വേണ്ടേ. ഇന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. My father is my hero. എന്താണോ? നിങ്ങൾ ചെളി തെറിപ്പിച്ചപ്പോഴേ മോക്ക് നല്ല വിഷമമായി. അവളോടൊരു സോറി പറഞ്ഞിട്ട് പോവാമോ? പ്ലീസ്. അയ്യേ, ഇതിനാണോ ഞാൻ നേരത്തെ ഇത്രയും ബിൽഡപ്പ് കൊടുത്തേ? സോറി പറയാൻ സൗകര്യമില്ല. താനെന്ത് ചെയ്യും? അവളൊരു കൊച്ചുകുട്ടിയല്ലേ. കിടന്ന് ചെലക്കാതെ വണ്ടി എടുത്ത് മാറ്റണോ, ഇല്ല ഇടിച്ചു മാറ്റി പോകും ഞാൻ. അവന്റെ ഒരു മോളും സോറി. ഒരു സോറി. അച്ഛൻ ശരിക്കും കൊടുത്തിട്ടുണ്ട്. ചീത്ത പറഞ്ഞതിൽ ദേഷ്യം വന്നിട്ടാ അവൻ അങ്ങനെ അങ്ങ് പോയത്. ഹീറോ ആണെന്ന് പറഞ്ഞിട്ട് ജോക്കർ ആയി പോയില്ല അച്ഛാ. അല്ല, അത് പിന്നെ വഴി കാണുന്നവരോട് എന്തിനാ വഴക്ക് കൂടുന്നേ? അച്ഛനെ കൊണ്ട് ആരുടെ അടുത്തും വഴക്ക് കൂടാൻ പറ്റില്ല. ഇങ്ങനൊരു പേടിത്തൊണ്ടൻ. അത് പോട്ടെന്നേ, നമുക്ക് പറപ്പിക്കാം. അയ്യോ വേണ്ടേ. അച്ഛന്റെ സ്പീഡിൽ പോയാ മതി. ശ്രേയോട് ഞാൻ പറഞ്ഞോളാം, എന്റെ ഹീറോയ്ക്ക് അല്പം സ്പീഡ് കുറവാണ്. പോവാം. അച്ഛന്റെ പൊന്നല്ലേ. സോറി. വാ, വണ്ടി കയറ. ജീവിക്കുന്നത് നിനക്കൊരു ജീവിതം വേണ്ടേ? ഒരിക്കൽ പരീക്ഷിക്കപ്പെട്ട് തീയിൽ വീണതാ ഞാൻ. ഇനി പൊള്ളാൻ വയ്യ.
തിരക്കി ചെന്നിട്ട് ഒന്ന് കാണാനും പറ്റുകയില്ല. ഇനി എന്തായാലും തമ്മിലൊരു കാഴ്ചയില്ല. എവിടെയായാലും സുഖമായിരിക്കട്ടെ. മോനെ, ഭക്ഷണം മുഴുവനും കഴിക്കണേ. കൂട്ടുകാർക്കെടുത്ത് കൊടുക്കരുത്. അപ്പൊ ഇന്നാൾ അമ്മമ്മ നിത്യാമ്മയോട് പറയുന്നത് ഞാൻ കേട്ടല്ലോ, നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്നതാ ശരിയെന്ന്. അതോ? അത് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിന്റെ കാര്യമല്ല. സ്കൂളിൽ നന്നായിട്ട് പഠിക്കണമെങ്കിലേ വയറ് നിറച്ച് കഴിക്കണ്ടേ, അതാണ് പറഞ്ഞത്. എല്ലാവരും ഓരോന്നേരത്ത് ഓരോന്നാ പറയുന്നത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതെന്താന്നറിയോ? ഈ കുഞ്ഞു തലയിൽ ആവശ്യമില്ലാത്ത അത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിച്ചിട്ട. അമ്മമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്നും അമ്മമ്മ എന്നെ സ്കൂളിലാക്കിയിട്ട് അമ്പലത്തിലേക്കല്ലേ പോകുന്നത്? അതെന്തിനാ? പ്രാർത്ഥിക്കാൻ. മോന് വേണ്ടിയും നിത്യാമ്മയ്ക്ക് വേണ്ടിയും ജ്യോതിയമ്മയ്ക്ക് വേണ്ടിയും ശരവണന് വേണ്ടിയൊക്കെ അമ്മമ്മ പ്രാർത്ഥിക്കണ്ടേ? എന്നാലല്ലേ ദൈവങ്ങള് എല്ലാവർക്കും നല്ലത് വരുത്തൂ. അപ്പൊ എന്റെ ക്ലാസ്സിലെ കൂട്ടുകാർക്കും ടീച്ചർമാർക്കും നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കണോ അല്ലേ? പിന്നെ പ്രാർത്ഥിക്കണം. എന്നാ ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. അമ്മമ്മയുടെ കൂടെ അമ്പലത്തിലേക്ക് വരാം. അവർക്കൊക്കെ നല്ലത് വരട്ടെ അമ്മമ്മേ. ഇതിനാ ചോദിച്ചു തുടങ്ങിയതല്ലേ? നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് പഠിക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസിന് അവരുടെ പഠിപ്പാണ് കർമ്മം. അപ്പൊ എന്നെ കൊണ്ടുപോകത്തില്ലേ? ക്ലാസ് ഇല്ലാത്ത ദിവസം കൊണ്ടുപോകും. ക്ലാസ് ഇല്ലാത്ത ദിവസം എനിക്ക് ഉറങ്ങണ്ടേ? റെസ്റ്റ് എടുക്കണ്ടേ? ഇത്രയുള്ള കുട്ടികളെ ഒന്നും ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് അമ്മമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.